മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരും എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാമ്പത്തിക വർഷം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിബന്ധനയും ചർച്ച ചെയ്യും. പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടണമെന്ന ചിന്തയും ഇപ്പോൾ സർക്കാരിനുണ്ട്. കാരണം മാർച്ച് 31-നകം ഈ പണം 550ഓളം കോടി രൂപ ചെലവാക്കണമെന്ന ഭാരിച്ച ബാധ്യതയാണ് നൽകിയിരിക്കുന്നത്. 30 വർഷത്തെ കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന ഒരു വായ്പയാണ്. അത് തീർച്ചയായിട്ടും സർക്കാരിനൊരു ആശ്വാസമാണ്. അതേസമയം ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകിയില്ല എന്ന പരാതി കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കുന്നുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പുറത്തുവിട്ട വാർത്തയായിരുന്നു ഇത്. ആ വാർത്ത പിന്നീട് ധനമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ് എന്താണ്? ഗുഡ് മോർണിംഗ് എസ്. എന്തായാലും കേന്ദ്രം 529 കോടി 50 ലക്ഷം രൂപ ദീർഘകാല പലിശരഹിത വായ്പയെ അനുവദിച്ചത് സംസ്ഥാനത്തിന് ആശ്വാസം തന്നെയാണ്. പക്ഷേ 1.5 മാസത്തിനകം, അതായത് ഈ സാമ്പത്തിക വർഷം തന്നെ ഈ പണം ചെലവഴിക്കണം എന്നുള്ള ഒരു ക്ലോസ് ആണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. നിലവിൽ 1.5 മാസം മാത്രമേ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് സംസ്ഥാനം പരിശോധിക്കുന്നത്. എന്തായാലും ഇന്നോ നാളെയോ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരും. പ്രധാനമായി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത്, ഗതാഗത, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ അടക്കമുള്ളവർ പങ്കെടുത്തായിരിക്കും ഈ യോഗം ചേരുന്നത്. 2 ദിവസത്തിനായി യോഗം ചേരാനാണ് ധനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രാഥമികമായി 16 പദ്ധതികളാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഈ പദ്ധതികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും, എങ്ങനെയാണ്, എത്ര കാലം എടുക്കും, അതിന് എത്ര കാലം സാവകാശം ചോദിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വകുപ്പ് തല യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം ഈ വകുപ്പ് തല യോഗത്തിൻ്റെ സെക്രട്ടറിമാരുടെ യോഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് മന്ത്രിമാർ പരിശോധിക്കും. മന്ത്രിമാർ പരിശോധിച്ച് തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം കേന്ദ്രത്തിനോട് കൂടുതൽ സാവകാശവും തേടും. സ്വാഭാവികമായി ഒരു കേന്ദ്ര ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് 1.5 മാസം കൊണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിൽ നടപ്പാക്കാനാകില്ല. സാധാരണഗതിയിൽ കേന്ദ്രത്തിൽ ഒരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ ആദ്യം ടെൻഡർ ക്ഷണിക്കണം. ടെൻഡർ ക്ഷണിച്ച് ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വർക്ക് ഓർഡർ നൽകി വർക്ക് പൂർത്തിയാക്കി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് സമർപ്പിക്കുമ്പോഴാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. പക്ഷേ 1.5 മാസം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. പുനരധിവാസം ദീർഘകാലം ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ വളരെ ശാസ്ത്രീയമായി തന്നെ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയും കൂടിയാണ്. ഇത് കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷയും സർക്കാരിനുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സാവകാശം ലഭിക്കാനുള്ള സാഹചര്യം നോക്കും. ഒപ്പം സെക്രട്ടറി തല ചർച്ചയിൽ ഇനി എങ്ങനെ ശാസ്ത്രീയമായി ഈ വളരെ വേഗത്തിൽ പുനരധിവാസം പൂർത്തിയാക്കാനാകുമെന്നുള്ള കാര്യവും ചർച്ച ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. എന്തായാലും ഈ 1.5 മാസത്തിനകത്ത് ഇത്രയധികം തുക ചെലവഴിക്കുന്നത് എങ്ങനെ, അതൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് സർക്കാർ ആയതുകൊണ്ട് ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ പാലിച്ച് മാത്രമേ സാമ്പത്തികമായ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റൂ.